ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ന് IPL സ്കെഡ്യൂൾ വന്നായിരുന്നു. അപ്പം ചിലവർക്ക് കാണാനും അതിൻ്റെ സ്കെഡ്യൂൾ അറിയാനും ഒക്കെ ആഗ്രഹം കാണും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വിചാരിച്ചു അത് ഒന്ന് അറിയിക്കാമെന്ന്. ജസ്റ്റ് അറിയിക്കുന്നേ ഉള്ളൂ. സ്കെഡ്യൂൾ ഇന്ന് വൈകിട്ട് 7:30 വന്നത് ഇന്ത്യൻ ടൈം. ഇവിടെ ഏകദേശം അപ്പോൾ ഒരു 6 മണി ആ സമയത്തൊക്കെ ആവുള്ളൂ. അപ്പം വന്നതാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ ചിലവരൊക്കെ പറയുമായിരുന്നു, ഓരോ റൂമേഴ്സ് ചെന്നൈയും RCB ആയിരിക്കും മാച്ച്. പക്ഷേ അതെല്ലാം കടത്തി വെട്ടി വേറെ എന്തോ സ്കെഡ്യൂളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ ആയിരിക്കും, ചിലപ്പം അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ കാണും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. അപ്പം ഇത് നോർമലി എല്ലാവർക്കും അറിയാൻ വേണ്ടി ജസ്റ്റ് ഇട്ടതാണ്. ഇനിയിപ്പോൾ IPL ഒക്കെ തുടങ്ങുമ്പോൾ നല്ല രസമായിരിക്കും. IPLൻ്റെ ഫൈനലും സെമി ഫൈനലും പ്ലേ ഓഫ്സും എല്ലാം കാണാൻ. അതൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാതെ എല്ലാ ദിവസവും ചെയ്യാൻ ഉള്ള ഇതല്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് അറിയിക്കുന്നതേ ഉള്ളൂ. വന്ന് കുറേ മലയാളികളും നാട്ടിലുള്ളവരും എല്ലാ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഇതാണ്, പ്രീമിയർ ലീഗാണ്. അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കാം. 20 ദിവസത്തെ ഷെഡ്യൂൾ മാത്രമേ വന്നുള്ളൂ. ബിക്കോസ് കളിയുണ്ട്, 20 കളിയുടെ ഷെഡ്യൂൾ മാത്രം വന്നിട്ടുള്ളൂ. ബിക്കോസ് നാട്ടിൽ ഇലക്ഷനും കാര്യങ്ങളും ചില സ്ഥലത്തൊക്കെ നടക്കുകയാണ്. ആസാമിലും പിന്നെ ചെന്നൈയിലും അവിടെ എല്ലാം വെച്ച് നടക്കുകയാണ്. അത് കാരണം അവരിത്തിരി അത് നോക്കിയിട്ടേ ഓരോന്നായിട്ട് വിടുകയുള്ളൂ. ഇപ്പോൾ ഫേസ് 1 ഷെഡ്യൂൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് ഈ 12-ാം തീയതിക്ക് ശേഷവും ഇലക്ഷൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് മാത്രം അവർ പുറത്ത് വിടുകയുള്ളൂ എന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആരൊക്കെയാണ് ഈ 20 കളികൾ എന്ന് നോക്കാം. ഫസ്റ്റ് കളി RCBയും സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ്. ബാംഗ്ലൂരിൽ വെച്ചാണ് കളി നടക്കുന്നത്. രാത്രി 7:30 മാർച്ച് 28-ാം തീയതി. പിന്നെ മാർച്ച് 29-ാം തീയതി രണ്ടാമത്തെ മത്സരം മുംബൈയും കൊൽക്കത്തയും വെച്ച് നടക്കും. മുംബൈയിലാണ് മത്സരം. പിന്നെ മൂന്നാമത്തത് രാജസ്ഥാനും ചെന്നൈയും. നമ്മളെ സഞ്ജു കളിക്കുന്നത് ആ കളിയിലായിരിക്കും. എല്ലാവരും കാത്തിരിക്കുന്നത് ആ കളി കാണാനായിരിക്കും. അതും പ്രീവിയസ് ടീം കളിച്ച കൂടെയാണ് ഇപ്രാവശ്യം സഞ്ജു കളിക്കാൻ പോകുന്നത്. രാജസ്ഥാൻ്റെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ സഞ്ജു ഇപ്പോൾ ചെന്നൈയിലാണ്. അപ്പോൾ അവരെ കൂടെ തന്നെ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അത് രാജസ്ഥാനിലാണ്, ഗുവാഹട്ടിയിലാണ്. അപ്പം പിന്നെ മാച്ച് 4 മാർച്ച് 31-ാം തീയതി പഞ്ചാബും ഗുജറാത്ത് ടൈറ്റൻസും. അത് ന്യൂ ചണ്ഡീഗഡിൽ വെച്ചാണ് രാത്രി 7:30 തന്നെ. പിന്നെ 5-ാമത്തെ മാച്ചാണ് ലക്നൗ സൂപ്പർ ജയൻസും ഡൽഹി ക്യാപിറ്റൽസും. അത് 1-ാം തീയതി രാത്രി 7:30. പിന്നെ അത് ലക്നൗവിൽ വെച്ചാണ് നടത്തുന്നത്. പിന്നെ അടുത്ത മത്സരം ഏപ്രിൽ 2-ാം തീയതി സൺറൈസേഴ്സും കൊൽക്കത്തയും. അത് കൊൽക്കത്തയിൽ വെച്ച് 7:30. പിന്നെ അടുത്ത മത്സരം ചെന്നൈയും പഞ്ചാബും. വീണ്ടും മത്സരം, സഞ്ജുവിൻ്റെ മത്സരം എല്ലാവരും കാത്തിരിക്കുന്നതായിരിക്കും. അത് ചെന്നൈയിൽ വെച്ചാണ്, നമ്മളെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും മിക്കവാറും കളി കാണാൻ അവിടെയും പോവും. അത് 3-ാം തീയതിയാണ്. അത് 7:30 തന്നെ ചെന്നൈയിൽ വെച്ച്. പിന്നെ അടുത്ത മാച്ച് 4-ാം തീയതി 3:30 ഡൽഹിയും മുംബൈയും ഡൽഹിയിൽ ഏറ്റുമുട്ടും. അതിനുശേഷം ഗുജറാത്തും രാജസ്ഥാനും രാത്രി 7:30 അതേ ദിവസം. അന്ന് ഡബിൾ ഡക്കറാണ്, ഡബിൾ മാച്ചാണ്. അപ്പോൾ അത് കാരണം അത് അഹമ്മദാബാദിൽ വെച്ച് നടത്തും. പിന്നെ അടുത്ത മാച്ച് സൺറൈസേഴ്സും ലക്നൗവും. അത് ഹൈദരാബാദിൽ അടുത്ത ദിവസം 3:30. വീണ്ടും 2 മാച്ചുള്ള ദിവസമാണത്. പിന്നെ രാത്രി അടിപൊളി മത്സരമാണ്. RCBയും ചെന്നൈയും ബാംഗ്ലൂരിൽ ഏറ്റുമുട്ടും. അതാണ് എൽ ക്ലാസിക്കോ പോലെ പറയുന്നത്. പിന്നെ അല്ലാതെയും RCB മുംബൈയും ഉണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവരും കാത്തിരുന്ന കളിയാണത്. അത് 7:30 രാത്രി. പിന്നെ വരുന്നതാണ് കൊൽക്കത്തയും പഞ്ചാബും. അത് കൊൽക്കത്തയിൽ വെച്ച് നടത്തും 7:30, 6-ാം തീയതി. പിന്നെ 7-ാം തീയതി മുംബൈയും രാജസ്ഥാനും. അത് 7:30. പിന്നെ അടുത്ത സ്കെഡ്യൂള് 8-ാം തീയതി ഡൽഹിയും ഗുജറാത്ത് ടൈറ്റൻസും രാത്രി 7:30 ഡൽഹിയിൽ വെച്ച് നടക്കും. പിന്നെ കൊൽക്കത്തയും ലക്നൗയും 9-ാം തീയതി 7:30 മാച്ചുണ്ട്. അത് കൊൽക്കത്തയിൽ. പിന്നെ 10-ാം തീയതി രാജസ്ഥാനും RCBയും തമ്മിൽ ഗുവാഹട്ടിയിൽ കളിയുണ്ട്. അത് 7:30. പിന്നെ നമ്മളെ പഞ്ചാബും സൺറൈസേഴ്സും 11-ാം തീയതി 3:30. അത് ന്യൂ ചണ്ഡീഗഡിൽ. പിന്നെ അടുത്തത് ചെന്നൈയിൽ വെച്ച് ചെന്നൈയും ഡൽഹിയും മാച്ചുണ്ട്. അതും സഞ്ജു കളിക്കുന്നതാണ്.
11 ഏപ്രിൽ രാത്രി 7:30. പിന്നെ അടുത്ത ദിവസം ഇത് രണ്ടും ഡബിൾ മാച്ചാണ്. പിന്നെ അടുത്ത മാച്ച് ലക്നോയും ഗുജറാത്ത് ടൈറ്റൻസും ലക്നോയിൽ വെച്ച് 3:30. ആ മാച്ചും 2 കളിയുള്ള ദിവസമാണ്. പിന്നെ നമ്മളെ രാത്രി മുംബൈയും RCBയും അത് 7:30. ഇത്രയും സ്കെഡ്യൂളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ബാക്കി സ്കെഡ്യൂൾ പിന്നെ അവർ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. ഇത്ര കളി തന്നെ അടിപൊളിയായിരിക്കും. ഇത്ര കളി ഫസ്റ്റ് തന്നെ അടിപൊളി തുറക്കുമായിരിക്കും. മാർച്ച് 28-ാം തീയതിയാണ് തുടങ്ങുന്നത് എല്ലാവരെയും അറിയിപ്പിന്. ബാക്കി നമുക്ക് കളി വന്ന് പകുതിയൊക്കെ ആയി നല്ല ഇൻട്രസ്റ്റിംഗ് കളികളൊക്കെ വരുമ്പോൾ നമുക്ക് റിയാക്ഷൻ ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഇത് മാർച്ച് 28 മുതൽ ഏപ്രിൽ 12-ാം തീയതി വരെയുള്ള ഇത് മാത്രമാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ബാക്കി നമുക്ക് അതിന് ശേഷം പുറത്തുവിടുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ബാക്കി സ്കെഡ്യൂൾ അപ്പം നോക്കാം. എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള വീഡിയോ നമുക്ക് വരുമ്പം ചെയ്യാം, അല്ലെങ്കിൽ വരുമ്പോൾ ഉള്ള സ്കെഡ്യൂൾ നമുക്ക് പിന്നെയും ചെയ്യാം. അപ്പോൾ അതുവരേക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.